പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്യാരക്ടർ സെറ്റ്, ടോക്കൺസ്, അതേപോലെ ടൈപ്പ് മോഡിഫയർ, ടൈപ്പ് കാസ്റ്റിംഗ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺട്രോൾ സ്റ്റേറ്റ്മെൻ്റ് ആണ്. കൺട്രോൾ സ്റ്റേറ്റ്മെൻ്റ് ഉപയോഗം എന്താണ്, അതെന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കറിയാം, നമ്മളൊരു പ്രോഗ്രാം എഴുതുക എന്ന് പറയുമ്പോൾ എപ്പോഴും കുറേ സംഖ്യകൾ കൂട്ടുക അല്ലെങ്കിൽ കുറച്ച് സംഖ്യകൾ ഡിവൈഡ് ചെയ്യുക, ആ ഒരു പ്രവർത്തനം മാത്രമല്ല പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല പല കാര്യങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകൾ ആവശ്യമുണ്ട്. കുറേ കണ്ടീഷൻസ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ കുറേ സെലക്ട് ചെയ്യുക, നിങ്ങളുടെ മെത്തേഡുകൾ. അപ്പോൾ ഈ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഡിസിഷൻ മേക്കിംഗ് ഓർ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും, രണ്ടാമത്തതിനെ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ റിപ്പീറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. രണ്ട് തരത്തിലാണ്. ഒന്ന് ഡിസിഷൻ മേക്കിംഗ് ഓർ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത്തത് ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓർ റിപ്പീറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ സെലക്ഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ ഈ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ച കാര്യങ്ങളാണ്. ഇഫ് ആൻഡ് സ്വിച്ച് ആർ ദി ടു ടൈപ്പ് ഓഫ് സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് ഇൻ C++. രണ്ട് തരത്തിലുള്ള ഡിസിഷൻ സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ഈഫും ഒന്ന് സ്വിച്ചും. ഇപ്പം ഈഫ് തന്നെ 2-3 ടൈപ്പ് ഉണ്ട്. ഒന്ന് സിംഗിൾ ഈഫ്, രണ്ടാമത് ഈഫ് എൽസ്, മൂന്നാമത് ഈഫ് എൽസ് ഇഫ് ലാഡർ. പിന്നെ അതിന് പുറത്ത് വരുന്നതാണ് സ്വിച്ച്. അതേപോലെ ഈഫിൽ തന്നെ നെസ്റ്റഡും ഈഫും ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇനി അതിൻ്റെ പ്രോഗ്രാമും അതേപോലെ അതിൻ്റെ സിൻടാക്സുകളും പറയുമ്പം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ പറഞ്ഞു, ഇപ്പം ഈഫ് സ്റ്റേറ്റ്മെൻറ്റുകൾ സിംഗിൾ ഈഫ്, ഈഫ് എൽസ് ആൻഡ് ഈഫ് എൽസ് ഇഫ് ലാഡർ. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ഉപയോഗം നോക്കാം. അപ്പം അതിൻ്റെ ഒരു സിൻടാക്സ് നമ്മൾ പഠിക്കണം. സിൻടാക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജനറൽ ഫോർമാറ്റ്. ഈഫ് ടെക്സ്റ്റ് എക്സ്പ്രഷൻ ബ്രാക്കറ്റ് ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക്. ഇപ്പൊ ടെക്സ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കണ്ടീഷൻ ആയിരിക്കും. ചിലപ്പോൾ അത് എ ഗ്രേറ്റർ ദാൻ ബി, അല്ലെങ്കിൽ എ ലെസ് ദാൻ ബി, അല്ലെങ്കിൽ എ ഈക്വൽ ടു ബി, അല്ലെങ്കിൽ എ നോട്ട് ഈക്വൽ ടു ബി, അല്ലെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി, അല്ലെങ്കിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഇങ്ങനെ ഒരു കണ്ടീഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, ഈ സെലക്ഷൻ നടത്തുന്നത്. സെലക്ഷൻ ട്രൂ ആണെന്ന് നോക്കും, കണ്ടീഷൻ ട്രൂ ആണെന്ന് നോക്കും. അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ഇവിടെ നമ്മൾ പ്രോഗ്രാമിൽ പിന്നെ കാണിക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിക്കുന്നത് എയുടെ വാല്യൂ എ ഈക്വൽ ടു 10, കോമ ബി ഈക്വൽ ടു 25. ഇത് ചെക്ക് ചെയ്യണം. നമ്മൾ ഇതിൽ ഏതാണ് വലുത് എന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് നോക്കി എന്നാൽ ഒന്നും ആൻസർ നമുക്കറിയാം. നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചതാണ് 1, 2, 3, 1 കൂട്ടിയാൽ 2, 2 കൂട്ടിയാൽ 3, 3 കൂട്ടിയാൽ 4. ആ ഒരു ക്രമ നമ്പർ അറിയുന്നതുകൊണ്ട് നമുക്കറിയാം 10 കഴിഞ്ഞാൽ 25 വരിക, 25 വലുതെന്ന് അറിയാം. പക്ഷേ കമ്പ്യൂട്ടറിന് ഇതൊന്നും അറിയില്ല. അപ്പം കമ്പ്യൂട്ടർ നമ്മൾ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് വ്യക്തമായി പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഇപ്പം നമ്മുടെ ആവശ്യം എന്താ, ഈ 2 സംഖ്യകൾ നമ്മൾ ചെക്ക് ചെയ്യണം. ഈ 2 സംഖ്യ നമ്മൾ ചെക്ക് ചെയ്യണമെങ്കിൽ ഈഫ് എന്നുള്ള കണ്ടീഷൻ വേണം. അപ്പോൾ അത് നമ്മൾ എഴുതണം. ഈഫ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, ഈഫ് പരാൻതീസ് ഓപ്പൺ ടെക്സ്റ്റ് എക്സ്പ്രഷൻ. എൻ്റെ ആവശ്യം എന്താണ്, ഇതിലേതാണ് വലുതെന്ന് കിട്ടണം. അപ്പോൾ ഞാനിവിടെ എഴുതും ഈഫ്, പ്രോഗ്രാം കാണിക്കുന്നതാണ്, റഫായിട്ട് നോക്കിക്കോളൂ. ഈഫ് പരാൻതീസ് ഓപ്പൺ, പരാൻതീസ് നിർബന്ധമുള്ള കാര്യമാണ്, പരാൻതീസ് ഇല്ലെങ്കിൽ വർക്ക് ചെയ്യൽ എററായിരിക്കും. ഈഫ് എ ഗ്രേറ്റർ ദാൻ ബി പരാൻതീസ് ക്ലോസ്. ഇതാണ് ടെക്സ്റ്റ് എക്സ്പ്രഷൻ. നമുക്ക് എന്താണോ ടെസ്റ്റ് ചെയ്യേണ്ടത് ആ എക്സ്പ്രഷൻ. ഇവിടെ എൻ്റെ ആവശ്യം എന്താ, എയുടെ വാല്യൂ ബിയേക്കാൾ കൂടുതലാണോ എന്ന് നോക്കണം. ഞാൻ എഴുതി ഈഫ് എ ഗ്രേറ്റർ ദാൻ ബി, ബ്രേസസ് ഓപ്പൺ ചെയ്യുക. എന്ത് എഴുതണം, നമുക്ക് ഔട്ട്പുട്ട് എന്താണ്, എയുടെ വാല്യൂ ബിയേക്കാൾ വലുതാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ നോക്കുകയാണ്. ഈ കണ്ടീഷൻ ട്രൂ ആണോ ഫാൾസ് ആണോ നോക്കുന്നു. ഈഫ് എ ഗ്രേറ്റർ ദാൻ ബി കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം, സി ഔട്ട് എ
പ്രിന്റ് ചെയ്യണം. എന്ത്? ഈസ് ലാർജസ്റ്റ്. If A greater than B, see out A is largest. ഇതാണ് കണ്ടീഷൻ. എയുടെ വാല്യൂ ബിയേക്കാൾ കൂടുതലാണെങ്കിൽ എ ഈസ് ലാർജസ്റ്റ്. ഈ ഒരു ചെക്കിംഗ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഇതും വീണ്ടും രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ എഴുതണം. എങ്ങനെ എഴുതും? എപ്പോഴും എ ആണെന്ന് ഉറപ്പുണ്ടോ? ഈഫ് ചിലപ്പോൾ തിരിഞ്ഞു വരാം. ഈഫ് ബി ഗ്രേറ്റർ ദാൻ എ. If B greater than A, see out B is largest. അത് എഴുതി വെക്കണം. If B greater than A, എഴുതുന്നത് see out B is largest. സെമിക്കോളൻ. ഇതാണ് പ്രോഗ്രാം. നമ്മൾ പ്രോഗ്രാമിലോട്ട് ഇനി മാറ്റി നമുക്ക് നോക്കാം. ഇവിടെ എന്താ എഴുതിയേ? എയുടെ വാല്യൂ 10, ബിയുടെ വാല്യൂ 25. ഇതിൽ വലുത് കിട്ടണമെങ്കിൽ എഴുതേണ്ട സ്റ്റേറ്റ്മെന്റ് ആണ് ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, സി ഔട്ട് എ ഈസ് ലാർജസ്റ്റ്. ഇഫ് ബി ഗ്രേറ്റർ ദാൻ എ, സി ഔട്ട് ബി ഈസ് ലാർജസ്റ്റ്. അപ്പൊ നമുക്ക് മുൻകൂട്ടി ഒന്നും പറയാൻ പറ്റില്ല. എയുടെ വാല്യൂ ഏതാണോ ബിയുടെ വാല്യൂ ഏതാണോ നമുക്ക് അറിയില്ല. നമ്മൾ പ്രോഗ്രാമിൽ എഴുതിയിട്ട് അതിന് ആൻസർ കണ്ടെത്തണം. ഇപ്പൊ ഇവിടെ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് അസൈൻ ചെയ്തുകൊണ്ട് നമ്മൾ നോക്കാം. എ ഈക്വൽ ടു 10, ബി ഈക്വൽ 25. അപ്പൊ ഇവിടെ വരേണ്ടത് എയുടെ വാല്യൂ എത്രയാണ്? 10, ബിയുടെ വാല്യൂ 25. നോക്കും എ 10 ഗ്രേറ്റർ ദാൻ 25. കണ്ടീഷൻ ട്രൂ ഓർ ഫാൾസ്? കണ്ടീഷൻ ഫാൾസ്. അപ്പൊ എന്ത് കിട്ടില്ല? ഇത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഇത് ഈ ബ്രേസസ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടുത്തെ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യുള്ളൂ. ഇപ്പൊ ഇവിടെ കിട്ടില്ല. ഇപ്പൊ നെക്സ്റ്റ് ഇവിടെ പോകും. നെക്സ്റ്റ് ബി ഗ്രേറ്റർ ദാൻ എ, സി ഔട്ട് ബി ഈസ് ലാർജസ്റ്റ് വരിക. അപ്പൊ നമുക്കറിയാം ബിയുടെ വാല്യൂ 25, 25 ഗ്രേറ്റർ ദാൻ 10. കണ്ടീഷൻ ട്രൂ. ഇപ്പൊ ഇതാ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് എന്ത് പ്രിന്റ് ചെയ്യും? സി ഔട്ട് ബി ഈസ് ലാർജസ്റ്റ്. നമ്മൾ ഒരിക്കലും സി ഔട്ട് ബി ഈസ് ലാർജസ്റ്റ് എന്ന് ഡബിൾ കോട്ടേഷൻ ചെയ്തത്. നമുക്ക് ഏതാണ് വലുതെന്ന് കാണിക്കണം. ഇപ്പൊ ഔട്ട്പുട്ട് എ ഈസ് ലാർജസ്റ്റ് എഴുതിയാൽ എയുടെ വാല്യൂ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ നമുക്ക് വാല്യൂ കൂടെ പ്രിന്റ് ചെയ്യണം. ബി ഈസ് ലാർജസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇത് കാണിക്കും. കാണിക്കും 25 ഈസ് ലാർജസ്റ്റ് എന്നുള്ള മെസ്സേജ് ആയിരിക്കും ഇവിടെ പ്രിന്റ് ചെയ്യുക. രണ്ട് വാല്യൂ ചെക്ക് ചെയ്തു, അതിന്റെ ആൻസർ കിട്ടും. ഇപ്പോഴത്തെ എയുടെ വാല്യൂ 10 ആണെങ്കിൽ ബിയുടെ വാല്യൂ 25 ആണെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ ആയിരിക്കും ട്രൂ. അത് അതിന്റെ ബി ഈസ് ലാർജസ്റ്റ് എന്ന് പ്രിന്റ് ചെയ്യും. അതായത് കണ്ടീഷൻ ട്രൂ ആണോ ഫാൾസ് ആണോ നോക്കുകയാണ്. ഇവിടെ കണ്ടോ ഒരു വണ്ടി. അപ്പൊ ഇത് ഇവിടെ ക്ലോസിംഗ് ആണ്. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ചെക്ക് പോസ്റ്റ് ആണ്. ചെക്ക് ചെയ്തിട്ട് ശരിയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നമ്മൾ ചെക്ക് പോസ്റ്റിന്റെ ആ ബാറ് ഉയർത്തി കൊടുക്കുള്ളൂ. ഇവിടെ എയുടെ വാല്യൂ 10, ബിയുടെ വാല്യൂ 25 ശരിയാണെന്ന് നോക്കും. നമ്മുടെ എല്ലാ കാര്യങ്ങളും വണ്ടി വരുമ്പോൾ അത് പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടോ നോക്കിയിട്ട് എന്ത് ചെയ്യുള്ളൂ? വണ്ടി പാസ് ചെയ്യുള്ളൂ. അപ്പൊ ഇവിടെ ഒന്നാമത്തെ കണ്ടീഷനിൽ ഇപ്പോൾ നമ്മുടെ ചെക്ക് പോസ്റ്റ് ക്ലോസ് ആയ അവസ്ഥയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എൻട്രി ലഭിക്കുകയില്ല. ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊരു ചെക്ക് പോസ്റ്റ് തന്നെയാണ് ഈ ഇഫ് എന്നുള്ളത് പറയാൻ കാരണം. ചെക്ക് ചെയ്തിട്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് ഓപ്പൺ ആക്കി കൊടുക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ ചെക്ക് പോസ്റ്റ് ക്ലോസ് ആയി. ഏത്? എയുടെ കണ്ടീഷനിൽ. അപ്പൊ എന്താവണം? എ ഈക്വൽ 10 ബി ഈക്വൽ 25 ആകുമ്പോൾ ഏത് ഓപ്പൺ ആയി കിട്ടും? ഇഫ് ബി ഗ്രേറ്റർ ദാൻ എ എന്ത് സംഭവിക്കണം? ബിയുടെ വാല്യൂ എയേക്കാൾ കൂടുതലായതുകൊണ്ട് ഓപ്പൺ ചെയ്യും. എന്ത്? നമ്മുടെ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തു. കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട്. അതാണ് എന്റെ വർക്കിംഗ്. ട്രൂ ആണെങ്കിൽ മാത്രമേ ഓപ്പൺ ആവുള്ളൂ ചെക്ക് പോസ്റ്റ്. അല്ലെങ്കിൽ ചെക്ക് പോസ്റ്റ് ക്ലോസ് ആയിരിക്കും. നമുക്ക് എൻട്രി ലഭിക്കുകയില്ല. ഇതാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഈഫിന്റെ ഉപയോഗം. കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ എക്സ്പ്രഷൻ എഴുതണം. ടെക്സ്റ്റ് എക്സ്പ്രഷൻ അങ്ങനെ എഴുതിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ചെറിയൊരു സിമ്പിൾ പ്രോഗ്രാം ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. അതിൽ കൂടി നമുക്ക് ഈഫും ഈഫെൽസും ഈഫെൽസ് ഇഫ് ലാഡറും ഉപയോഗിക്കാം. നമ്മളിവിടെ ഇപ്പം പറഞ്ഞ 2 സംഖ്യകൾ കൊടുത്താൽ അതിലെ വലിയ സംഖ്യ കണ്ടെടുക്കുന്ന പ്രോഗ്രാം അതൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ നമ്മൾ ഹെഡർ ഫയലും കാര്യങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ഐഡന്റിഫയർ ക്രിയേറ്റ് ചെയ്യണം. 2 സംഖ്യകളിലെ വലുത് കണ്ടുപിടിക്കണമെങ്കിൽ 3 ഐഡന്റിഫയറിൻ്റെ ആവശ്യമില്ല, 2 എണ്ണം മതി. അത് ഏത് ടൈപ്പാണ് നമ്മൾ തീരുമാനിക്കണം. ഡാറ്റ ടൈപ്പ് ഇവിടെ ഞാൻ ഇൻറ്റീജറാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇൻറ്റ് 2 സംഖ്യകളായതുകൊണ്ട് ഒന്നിന് പേര് എ എന്നും ഒന്നിൻ്റെ പേര് ബി എന്നും കൊടുത്ത് പേര് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. മെമ്മറി സ്പേസിന് ഒരു പേര് കൊടുക്കണമെന്ന് മാത്രം. എൻ്റെ സി ഔട്ട്
Enter the values. Scene A B. ഒരേ ലൈനിൽ തന്നെ ഓപ്പറേറ്റർ റിപ്പീറ്റ് ചെയ്യുമ്പം ഇൻസേർഷൻ ആയാലും എക്സ്ട്രാക്ഷൻ ആയാലും റിപ്പീറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് കാസ്കേഡിങ്. അതൊക്കെ ഓർത്തുകൊള്ളുക കേട്ടോ. സീൻ എ ബി എഴുതി. ഇനി നമ്മൾ കണ്ടീഷൻ എഴുതണം. അപ്പം നമ്മൾ കണ്ടീഷൻ പഠിച്ചത് സെലക്റ്റീവ് എക്സിക്യൂഷനാണ്. അത് നമ്മൾ ഈഫ് എൽസ് ഇഫ് ലാഡർ സ്വിച്ച്. അപ്പോൾ ആദ്യം നമുക്ക് സിംഗിൾ ഈഫിൻ്റെ എഴുതി നോക്കാം. ഈഫ് ബ്രാക്കറ്റ് ഓപ്പൺ. ഈഫൊക്കെ കീവേഡ് ആയതുകൊണ്ട് നീല അക്ഷരത്തിൽ കാണിക്കുന്നു. ഈഫ് എ ഗ്രേറ്റർ ദാൻ ബി. അവിടെ എഴുതി അതേപോലെ തന്നെ എൻ്റർ. നമുക്ക് എന്താണോ പ്രിന്റ് ചെയ്യേണ്ടത് എഴുതാം. സി ഔട്ട് എന്ത് പ്രിന്റ് ചെയ്യണം? എ വലുതാണ്. സി ഔട്ട് എ ഈസ് ലാർജസ്റ്റ്. ബ്രാക്കറ്റ് ക്ലോസ്. രണ്ടാമത്തെ കണ്ടീഷൻ വീണ്ടും എഴുതണം. ഈഫ് സിംഗിൾ ഈഫാണ്. ഈഫ് ബ്രാക്കറ്റ് ഓപ്പൺ. ഇനി ബി വലുതാണെന്ന് നോക്കണം. ബി ഗ്രേറ്റർ ദാൻ എ. അത് എഴുതി എൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ. സി ഔട്ട് ബി മെമ്മറി സ്പേസിൽ പേര് കൊടുത്തു. രണ്ടാമത്തെ സംഖ്യയുടെ ഈസ് ലാർജസ്റ്റ്. അല്ല, പ്രോഗ്രാം മൊത്തമായി കഴിഞ്ഞു. ഒരു ബ്രാക്കറ്റും കൂടെ ക്ലോസ് ചെയ്യേണ്ടത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് കമ്പൈൽ ചെയ്യുക. ബിൽഡ് എൻ്റർ ദി വാല്യൂസ്. ഇപ്പോൾ നമ്മൾ പിന്നെ സംഖ്യ കൊടുക്കണം. നമ്മൾ കൊടുത്ത വാല്യൂ, ഒന്നാമത്തെ വാല്യൂ 25 ആണെങ്കിൽ എയുടെ വാല്യൂ ആണ് 25. രണ്ടാമത്തത് 10 ബിയുടെ വാല്യൂ. എന്ത് കാണിക്കണം? 25 ഈസ് ലാർജസ്റ്റ്. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച പ്രോഗ്രാം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പം തിരിച്ചും മറിച്ചും ഒക്കെ നോക്കണം. ഞാനിപ്പോൾ ആദ്യം വലിയ സംഖ്യ ആദ്യം കൊടുത്തു. ഇനി ആദ്യം ചെറിയ സംഖ്യ കൊടുത്തു നോക്കുക. 23. രണ്ടാമത്തെ സംഖ്യ 30. ഏത് വലുത് കിട്ടണം? 30 വലുത് കിട്ടണം. ശരിയാണ്. 30 ഈസ് ലാർജസ്റ്റ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഓക്കെ ആണ്. അപ്പോൾ ഇതിനാണ് സിംഗിൾ ഈഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. കണ്ടിന്യൂ ചെക്ക് ചെയ്തിട്ട് ട്രൂ ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യും. അപ്പോൾ ഇതിന് പകരം നമുക്ക് ഈഫ് എൽസ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ എൽസ് എഴുതുക. അവിടെ കണ്ടീഷൻ വേണ്ട. ഈഫ് എ ഗ്രേറ്റർ ദാൻ ബി. ഇതിന് പ്രത്യേകം എന്താ അറിയോ? ഒന്നാമത്തെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എ ഈസ് ലാർജസ്റ്റ് പ്രിന്റ് ചെയ്യും. പിന്നെ അല്ലെങ്കിൽ പിന്നെ അതാ വരിക രണ്ടാമത്തെ കണ്ടീഷൻ എൽസ് ബി ഈസ് ലാർജസ്റ്റ് പ്രിന്റ് ചെയ്യും. ഇതാണ് അതിന്റെ ഉപയോഗം. ഈഫ് എൽസ് ആണെങ്കിൽ ഇത് എയുടെ വാല്യൂ ബിയേക്കാൾ കൂടുതലാണെങ്കിൽ എ ഈസ് ലാർജസ്റ്റ് പ്രിന്റ് ചെയ്യും. അല്ലാത്ത അവസരം എന്ന് പറയുന്നത് പിന്നെ എൽസിലാണ് വരിക. എൽസ് ബി ഈസ് ലാർജസ്റ്റ്. സെയിം പ്രോഗ്രാം തന്നെ ഒന്ന് റൺ ചെയ്യാം. $67 ഈസ് ലാർജസ്റ്റ്. തിരിച്ചും കൊടുത്തു നോക്കുക. 78 45. ഏതാ വലുത്? 78 ഈസ് ലാർജസ്റ്റ്. ഇങ്ങനെയാണ് പ്രോഗ്രാം. രണ്ടും വർക്ക് ചെയ്തു. ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മുടെ പ്രോഗ്രാമിൻ്റെയൊക്കെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് ഇതൊക്കെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ പ്രോഗ്രാം ഈഫിൻ്റെ കാര്യം പറഞ്ഞു, ഈഫ് എൽസ് പറഞ്ഞു. ഇനി ഈഫ് എൽസ് ഈഫിൻ്റെ ഉപയോഗം. അപ്പോൾ അത് നമുക്ക് നോക്കുമ്പോൾ ഞാനിവിടെ ചെയ്യുന്നത്, നമുക്കെല്ലാവർക്കും ഇപ്പം മാർക്കാണല്ലോ, മാർക്കിന് വേണ്ടിയാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ മാർക്ക് ഏത് ഗ്രേഡിൽ പെടുന്നതാണെന്ന് അറിയണം. അതിനുള്ള പ്രോഗ്രാം ചെയ്തു നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എത്ര ഇൻപുട്ടുകൾ വേണമെന്നാണ്. ഒരു മാർക്കിൻ്റെ കാര്യമേ പറയുന്നുള്ളൂ. അപ്പോൾ ഒരു ഇൻപുട്ട് മതി. അപ്പോൾ അത് മാർക്ക് എപ്പോഴും ഇൻറ്റീജർ ആയിരിക്കും. ഒരിക്കലും നമ്മൾ 30.5 പിന്നെ 40.5 ഒന്നും പറയാറില്ല, അല്ലെങ്കിൽ 30 എന്ന് പറയില്ല. എപ്പോഴും ഒരു പൂർണ്ണസംഖ്യ ആയിരിക്കും. 20, 30, 40, 50 അങ്ങനെയുള്ള മാർക്കുകളാണ്. അപ്പോൾ അത് ഇൻറ്റീജർ ആയിട്ട് കൊടുത്തു. മാർക്ക് കൊടുക്കാനുള്ള മെമ്മറി സ്പേസ് ആണ് ഇൻറ്റ് മാർക്ക് എന്ന് എഴുതുന്നത്. ഇനി എൻ്റർ ദി മാർക്ക് വാല്യൂ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഞാൻ മാർക്ക് എന്ന് എഴുതുന്നു. മാർക്ക് എഴുതി. സീൻ മാർക്ക്. ഇനി നമുക്ക് തീരുമാനിക്കണം, നമ്മൾ കൊടുക്കുന്ന മാർക്കുകളുടെ ഗ്രേഡ് അറിയണം. ഇത്ര മുതൽ ഇത്ര വരെ റേഞ്ച് പറയണം. അപ്പോൾ നമ്മൾ 100 മാർക്കാണ് മാക്സിമം എന്ന് കൂട്ടിക്കൊള്ളുക. അറിയാതെ പോലും കൈതട്ടി നമ്മൾ മാർക്ക് 100ൽ കൂടിയാൽ എന്തായിരിക്കും? എററാണ് അല്ലേ? ഇൻപുട്ട് എററാണ്. അതേപോലെ അറിയാതെ 0ക്ക് താഴെയും നമ്മൾ അറിയാതെ മാർക്ക് കൊടുക്കും. അറിയാതെ പറ്റിയാൽ ഇപ്പോൾ മൈനസ് സംഖ്യ വന്നാൽ
സംഖ്യ നമ്മൾ കൊടുത്ത മാർക്ക് തെറ്റാണ്. അപ്പോൾ ആ കണ്ടീഷൻ അങ്ങ് ആദ്യം എഴുതി വെക്കുക. ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ 100. ഇതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ കൊടുത്ത ഇൻപുട്ട് കൊടുക്കുന്നത് മാർക്ക് എന്ന് പറഞ്ഞ വേരിയബിളാണ്. മാർക്ക് 100-നേക്കാൾ കൂടുതലും. അതേപോലെ ആൻഡ് അല്ല ഉപയോഗിക്കുന്നത്, ഞാനിവിടെ ഓറാണ് ഉപയോഗിക്കുന്നത്. നോക്കിക്കോളാം. ഓർ പൈപ്പ് സിമ്പിളാണ്. മാർക്ക് ലെസ് ദാൻ 0, 0-യേക്കാൾ കുറവുമാണെങ്കിൽ നമുക്ക് പ്രിന്റ് ചെയ്യണം. എന്ത് പ്രിന്റ് ചെയ്യണം? സി ഔട്ട് എറർ ഇൻ ഡാറ്റ. എറർ ഇൻ മാർക്ക് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. മാർക്ക് കൊടുത്ത മാർക്ക് എററാണ്. അങ്ങനെ ഒരു മെസ്സേജ് കിട്ടും. അപ്പോൾ അത് ഒന്നാമത്തെ കണ്ടീഷൻ എഴുതി. ഇനി നമ്മൾ അടുത്ത കണ്ടീഷൻ എഴുതണം. അടുത്ത എന്താ? മാർക്ക് 100-ന് മുകളിൽ എഴുതി കഴിഞ്ഞു, 0-യ്ക്ക് മുകളിൽ എഴുതി കഴിഞ്ഞു. അടുത്ത റാങ്കാണ്, നമ്മുടെ ഗ്രേഡാണ് എഴുതേണ്ടത്. അപ്പോൾ ഞാൻ ഗ്രേഡ് എഴുതാൻ പോവാണ്. അപ്പോൾ ഇനി എൽസ് ഇഫ് ആണ്. എൽസ് if എന്തെഴുതണം? മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90. ഇതിൻ്റെ അർത്ഥം എന്താ അറിയോ? മാർക്കിൻ്റെ ഇൻപുട്ട് കൊടുത്ത വാല്യൂ 90-ഉം അതിൽ കൂടുതലുമാണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? സി ഔട്ട് A+ ഗ്രേഡ് കിട്ടും. ഒന്നാമതായി. വീണ്ടും നമുക്ക് എഴുതാം. അപ്പോൾ കണ്ടോ, ടോപ്പിൽ നമ്മൾ എഴുതി കഴിഞ്ഞു. എന്തൊക്കെ 2 കണ്ടീഷൻ എഴുത്? മാർക്ക് 100-ൽ കൂടുതലും അതേപോലെ മാർക്ക് 0-യിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ ഈ കണ്ടീഷൻ ട്രൂ ആയിരിക്കും. ഏതെങ്കിലും ഒന്ന്. ഓർ ആയതുകൊണ്ട്, ആൻഡ് ആണെങ്കിൽ രണ്ടും ട്രൂ ആയിരിക്കണം. ഓർ ആയതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി. നമ്മൾ -1 കൊടുത്താൽ ഈ കണ്ടീഷൻ ട്രൂ ആവും. അപ്പോൾ എന്ത് കാണിക്കും? എറർ ഇൻ മാർക്ക് കാണിക്കും. ഇനി നമ്മൾ 105 കൊടുക്കുന്നതെങ്കിൽ ഇത് ട്രൂ ആയിരിക്കും. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആയി മാറും. അപ്പോൾ എന്ത് കാണിക്കും? എറർ ഇൻ മാർക്ക് എന്ന് കാണിക്കും. അപ്പോൾ അതേപോലെ നമ്മൾ 95 കൊടുക്കുന്നത്. 95 കൊടുക്കുമ്പം മാർക്ക് 100-ൽ കൂടുതലാണോ? അല്ല, കണ്ടീഷൻ ഫാൾസ്. 95 0-യിൽ കുറവാണോ? അതും ഫാൾസ്. അപ്പോൾ ഇതിനുള്ളിലോട്ടുള്ള പ്രവേശനമില്ല. നേരെ വരുന്നത് എൽസ് ഇഫ്. ഇവിടെ നോക്കും, കൊടുത്ത മാർക്ക് എത്രയാണ്? 95. അപ്പോൾ 95 90-നേക്കാൾ കൂടുതലായതുകൊണ്ട് A+. അങ്ങനെ നമ്മൾ ഓരോന്നും താഴോട്ട് റിപ്പീറ്റ് ചെയ്യണം. എൽസ് ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ. നെക്സ്റ്റ് കണ്ടീഷൻ മാർക്ക് തന്നെയാണ്. മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80. 80-ൽ കൂടുതലാണെങ്കിൽ എന്ത് കിട്ടും? സി ഔട്ട് ഗ്രേഡ് എ. അങ്ങനെ നമ്മൾ താഴോട്ട് ഓരോന്ന് എഴുതി ഇതുവരെ പോകണം 0 വരെ. 0 എന്ന് പറയുമ്പം 0-യ്ക്കും 30-ൽ താഴെയാണെങ്കിൽ ഡി ഗ്രേഡ്, ബാക്കിയെല്ലാം D+, C അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊന്ന് കമ്പയർ ചെയ്ത് റൺ ചെയ്ത് നോക്കാം. ഇപ്പം എൻ്റെ മാർക്ക് പറയുന്നു, ഞാൻ 100, 101 കൊടുത്ത് എന്ത് കിട്ടണം? എറർ. കണ്ടോ? എറർ ഇൻ മാർക്ക്. വീണ്ടും ചെക്ക് ചെയ്യണം. ഞാൻ കൊടുക്കുന്ന മാർക്ക് അറിയാതെ സംഭവിക്കുന്നതാണ് -10. എന്ത് കാണിക്കണം? എറർ ഇൻ മാർക്ക്. അന്നേരവും കാണിച്ചു. അപ്പോൾ നമ്മൾ പിന്നെ ഇനിയിപ്പോൾ 2 കണ്ടീഷനാണ് ഇരിക്കുന്നത്. A+ന്റെ 7 ചെക്ക് ചെയ്താൽ മതി. A+ 97 എന്ത് കാണിക്കും? A+. അല്ലേ? A+. അതേപോലെ അടുത്ത ഗ്രേഡ് ഉണ്ടാവും എ. എന്ന് പറയുന്നത് 80-ൽ കൂടുതലാണ്. 84 എ ഗ്രേഡ് കിട്ടി. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. 3 സെലക്ഷൻ മെത്തേഡാണ് പറഞ്ഞത് ഇപ്പോൾ. ഒന്ന് ഈ സിംഗിൾ ഇഫ്, രണ്ടാമത്തത് ഈഫ് എൽസ്, മൂന്നാമത് ഈഫ് എൽസ് ഇഫ് ലാഡർ. അപ്പം അങ്ങനെ 3 ഇത് നമ്മൾ താഴോട്ട് ബാക്കിയുള്ള കണ്ടീഷൻ ഡി വരെ എഴുതി കഴിഞ്ഞാൽ പ്രോഗ്രാം വർക്ക് ചെയ്യും. അപ്പം നിങ്ങൾ ഈ ആഴ്ച ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. ഇതിൻ്റെ മുമ്പിലത്തെ വീഡിയോയും കൂടെ കാണുമ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. ഇനി ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.